और हर महिला के बैंक अकाउंट में 10 नहीं, 20,000 नहीं, 50,000 नहीं, 90,000 नहीं, 1 लाख रुपया अंदर, बैंक अकाउंट के अंदर 1 लाख रुपया हर महीने आप जगोगे। रायबरेली के लोग जगेंगे, किसान, मजदूर, मनरेगा करने वाले, आशा, आंगनवाड़ी में जो महिलाएं काम करती हैं, ये सब उठेंगे। 4 जून इंडिया की सरकार बनेगी और 4 जुलाई 9 बजे सुबह लाखों परिवारों के बैंक अकाउंट में 8,500 रुपए कटाक से अंदर जाएगा। നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ലോക്സഭാ ഇലക്ഷനും കഴിഞ്ഞു, ഇന്ത്യ ഭരണവും തുടങ്ങി. അങ്ങനെ എല്ലാ ബഹളങ്ങളും കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ ഒരു ബഹളവും കഴിഞ്ഞിട്ടില്ല. ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ സർക്കാർ അട്ടിമറിയാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കാരണം 10 വർഷം മോദി ഭരിച്ചു, BJP ഭരിച്ചു, ഇവരെല്ലാം ഇപ്പോൾ ഭരിക്കുന്നില്ല. ഇപ്പോൾ ഭരിക്കുന്ന NDA ആണ്. മോഡിയുടെ ഭരണമല്ല, ഇപ്പോൾ NDA ആണ് ഭരിക്കുന്നത്. സഖ്യകക്ഷി സർക്കാരാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നുള്ളത്. ഘടകകക്ഷികളായ JDUക്ക് 12 സീറ്റ് കിട്ടിയിരുന്നു, TDPക്ക് 16 സീറ്റ് കിട്ടിയിരുന്നു. ഇവരെ ഒന്നിച്ചു കൂട്ടി, ഈ ഘടകകക്ഷികളായ ഇവരെ ഒന്നിച്ചു കൂട്ടിയിട്ടാണ് സർക്കാർ ഭരിക്കുന്നത്. 240 സീറ്റേ BJPക്ക് കിട്ടിയിട്ടുള്ളൂ. 274 എന്ന മാജിക് നമ്പർ ഇല്ലെങ്കിൽ ഒരിക്കലും സർക്കാരിന് ഭരിക്കാൻ പറ്റില്ല. 240 BJPക്ക് കിട്ടിയിട്ടുള്ളൂ. ഈ JDUവും TDPയൊക്കെ ഒരു സമയത്ത് ഇന്ത്യ മുന്നണിയിലുണ്ടായവരാണ്. ഈ ഇന്ത്യ മുന്നണി രൂപീകരിച്ച തന്നെ ഈ നിതീഷ് കുമാറാണ്, JDUയുടെ നേതാവ്. പക്ഷേ അവർ കാലു മാറി. പക്ഷേ ഏത് സമയത്ത് ഇപ്പുറത്തേക്കും കാലു മാറാം. ഏത് സമയത്തും നമുക്ക് സർക്കാർ ഭരണം മാറാം, ഇന്ത്യ മുന്നണി ഭരിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഒരിക്കലും ഇവർ 2 വർഷത്തിൽ കൂടുതൽ എന്തായാലും പോവില്ല. കാരണം ഇവർ ഹിന്ദുത്വ എന്ന ഒരു ടാഗ് വെച്ചിട്ടാണ് BJP മുമ്പോട്ട് പോകുന്നത്. RSS ഹിന്ദുത്വ രാജ്യം എങ്ങനെ ഉണ്ടാക്കാം, ബാക്കിയുള്ള ന്യൂനപക്ഷങ്ങളൊക്കെ അടിച്ചമർത്തിയിട്ടാണ് ഇവർ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ആ ഭരണമല്ല. TDP JDU ഒക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിൻ്റെയും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെയൊക്കെ നല്ലപോലെ സപ്പോർട്ടുള്ള, ബീഹാറിലായാലും ആന്ധ്രയിലായാലും നല്ല സപ്പോർട്ടോടു കൂടിയാണ് അവർ ഭരിക്കുന്നത്. ഇവർ TDPയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തന്നെ 4% മുസ്ലിം സംവരണമായിരുന്നു ആന്ധ്രയിൽ. അത് അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഇവരെ ഒരു ഐഡിയോളജി അല്ല TDPയുടെയും JDUയുടെയും BJPയുടെയും RSSൻ്റെ ഐഡിയോളജി അല്ല. അപ്പോൾ എന്തായാലും മുമ്പോട്ട് പോകാൻ പറ്റില്ല, നടക്കില്ല. എന്തായാലും ഭരണം മാറാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. നമ്മൾ ഭരണഘടനയുടെ പുസ്തകം പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി 100 കണക്കിന് റാലികൾ നടത്തിയിട്ടുണ്ട്. നമ്മളെല്ലാം കണ്ടതാണ്. അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധി കുറേ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളെ ഭരണഘടനയെ രക്ഷിച്ചതും പുള്ളി തന്നെയാണ്. ഇന്ത്യ മുന്നണിയുടെ എല്ലാ നേതാക്കന്മാരും അതിൽ മുമ്പിൽ നിന്ന രാഹുൽ ഗാന്ധിയാണ്. അത് നമ്മൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ ഭരണത്തിൽ വരികയാണെങ്കിൽ കുറേ ഫ്രീ ബീസ്, കുറേ ആനുകൂല്യങ്ങൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ചർച്ചയൊന്നും ആയിട്ടില്ല. കാരണം ഗോദി മീഡിയ ഉള്ളതുകൊണ്ട്, സോഷ്യൽ മീഡിയ ഒക്കെ അവരുടെ കയ്യിലാണ്. ഇപ്പോൾ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മളങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് നോക്കാം. രാഹുൽ ഗാന്ധി പറഞ്ഞ ആ കാര്യങ്ങളിലേക്ക് നോക്കാം എന്തൊക്കെയാണ്. मन की बात नहीं, मजे की बात। 4 जून हिंदुस्तान के रायबरेली के सबसे गरीब परिवारों की लिस्ट बनेगी। अगर आप रायबरेली में रहते हो और आप गरीब हो, आपका नाम, आपके परिवार का नाम इस लिस्ट में जाएगा। ये लिस्ट हर स्टेट में, हर डिस्ट्रिक्ट में, पूरे देश में बनेगी। हर गरीब परिवार में से एक महिला का नाम चुना जाएगा। करोड़ों महिलाओं के नाम चुने जाएंगे और हर महिला के बैंक अकाउंट में 10 नहीं, 20,000 नहीं, 50,000 नहीं, 90,000 नहीं, 1 लाख रुपया अंदर, बैंक अकाउंट के अंदर 1 लाख रुपया हर महीने आप जगोगे। रायबरेली के लोग जगेंगे, किसान, मजदूर, मनरेगा करने वाले, आशा, आंगनवाड़ी
में जो महिलाएं काम करती हैं, ये सब उठेंगे 4 जून, इंडिया की सरकार बनेगी और 4 जुलाई 9 बजे सुबह लाखों परिवारों के बैंक अकाउंट में 8,500 रुपए कड़ाक से अंदर जाएगा. ഇതിപ്പോൾ ഞാനിപ്പോൾ ചർച്ച ചെയ്യാനുള്ള മെയിൻ കാരണം തന്നെ ഒന്നും കൂടി ഞാൻ പറയുകയാണ്, ഏത് സമയത്തും നമ്മുടെ സർക്കാർ മാറാം, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാം. ആ സമയത്ത് നമുക്ക് ഈ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച എല്ലാ ഫ്രീ വീസും നമുക്ക് ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യത 100% സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നും കൂടി നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം, സർക്കാർ അവർ ഏറ്റെടുത്തതിന് ശേഷം, ഗവൺമെൻറ് ആയതിനു ശേഷം അവരാദ്യം തന്നെ രാജ്യത്തെ എല്ലാ പാവപ്പെട്ട, ദാരിദ്ര്യരേഖ താഴെയുള്ള എല്ലാ പാവപ്പെട്ട ഫാമിലിയെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു ഫാമിലിയിലെ ഒരു സ്ത്രീക്ക് ഒരു വർഷം 1 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. അതായത് ഒരു വർഷം 1 ലക്ഷമായിട്ടല്ല ഇട്ട് കൊടുക്കുക, എല്ലാ മാസവും 8,500 രൂപ വീതം എല്ലാ പാവപ്പെട്ട ഫാമിലിയിലെ ഒരു സ്ത്രീക്ക് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തരുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ തന്നെ മണിയുടെ ഫ്ലോ നല്ലപോലെ വർദ്ധിക്കും. കാരണം 8,500 ഇപ്പോൾ നമ്മുടെ ഇവിടെ പെൻഷൻ കൊടുക്കുന്നുണ്ട് കേരളത്തിൽ, 1,600 രൂപയാണ് കൊടുക്കുന്നത്. അത് കിട്ടാത്തപ്പോൾ തന്നെ എത്ര കോലാഹലങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം ജനങ്ങൾക്ക് അത് അത്യാവശ്യമാണ്. കാരണം ഈ രീതിയിലുള്ള സിറ്റുവേഷൻ, അത്രയും തൊഴിലില്ലായ്മയുള്ള സമയത്താണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് കടന്നു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് 1,600 രൂപയ്ക്ക് ഇത്ര വാല്യൂ ഉണ്ടെങ്കിൽ ഈ 8,500 രൂപ കിട്ടുകയാണെങ്കിലുള്ള അവസ്ഥ ചിന്തിച്ച് നോക്കിയാൽ. അപ്പോൾ ഇത് മുമ്പോട്ട് പോയാലൊരു ഇതിങ്ങനെ തന്നെ മുമ്പോട്ട് പോയാൽ തന്നെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഇത് കാണുന്നതാണ്, സപ്പോർട്ട് ചെയ്താൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ നിന്ന് അവർ മുകളിലോട്ട് കടന്ന് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. यही मैं आपको बताने आया हूं. भाइयों और बहनों, बेरोजगार युवाओं की लिस्ट बनेगी. ग्रेजुएट, यूनिवर्सिटी ग्रेजुएट, कॉलेज ग्रेजुएट, डिप्लोमा होल्डर, सबकी लिस्ट बनेगी. हम एक नई योजना ला रहे हैं. जैसे मनरेगा में अधिकार दिया था, वैसे हिंदुस्तान के युवाओं को पहली नौकरी पक्की का अधिकार. दुनिया में किसी भी सरकार ने ऐसा काम नहीं किया है. भाइयों बहनों, युवाओं, आपको 1 साल की पहली नौकरी प्राइवेट सेक्टर, सबसे बेहतरीन कंपनीज में, पब्लिक सेक्टर, सरकारी ऑफिसेस, सरकारी कॉलेजेस, यूनिवर्सिटीज, सरकारी अस्पतालों में 1 साल की पक्की नौकरी, बेहतरीन ट्रेनिंग और हर महीने 8,500 रुपए टकाटक अंदर बैंक अकाउंट के अंदर, साल के 1 लाख रुपए आपके बैंक अकाउंट में. पहली नौकरी. മോദി ഭരണത്തിന് മുമ്പ് മോദി പ്രഖ്യാപിച്ച കാര്യങ്ങൾ നമുക്കറിയാം. 2 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കും, സർക്കാർ സ്ഥാപനങ്ങളിലെ എല്ലാ ഒഴിവുകളും നികത്തുന്നൊക്കെയാണ് പറഞ്ഞത്. അതൊന്നും നടന്നില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ +2 കഴിഞ്ഞ, ഡിഗ്രി കഴിഞ്ഞ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ എല്ലാ യുവാക്കൾക്കും, നമ്മുടെ 40% യുവാക്കൾ വിദ്യാഭ്യാസം, മിനിമം സാക്ഷരതയുള്ള 40% യുവാക്കൾ തൊഴിലില്ല എന്നാണ് നമ്മുടെ സർവേ കണക്ക് ഇന്ത്യയിൽ. അപ്പോൾ ഈ വിദ്യാഭ്യാസം, മിനിമം വിദ്യാഭ്യാസം കഴിഞ്ഞ എല്ലാ യുവാക്കൾക്കും ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലാവാം, മുനിസിപ്പാലിറ്റി, ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റുള്ള കുറേ കമ്പനീസ് ഉണ്ട്, മുനിസിപ്പാലിറ്റികൾ, പഞ്ചായത്ത് ഓഫീസുകൾ. അപ്പോൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലും അവർക്ക് 1 വർഷത്തെ ജോലി ചെയ്യാനുള്ള അവകാശം. അവർക്ക് അതൊരു എക്സ്പീരിയൻസ് ആവും. അവർക്ക് അതിനുശേഷം വേറൊരു കമ്പനിയിലേക്കോ അല്ലാതെയോ പോകാൻ വേണ്ടിയിട്ട്, കാരണം ഗവൺമെൻറ് എക്സ്പീരിയൻസ് ആണല്ലോ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ തൊഴിലവസരം 1 വർഷം ഒരു ട്രെയിനിങ് നൽകും. അതുകൂടാതെ തന്നെ 8,500 രൂപ അതിൻ്റെ കൂടെ മാസം അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അവർക്കൊരു എക്സ്പീരിയൻസ്, നമുക്കെല്ലാം അറിയാം. നമുക്ക് ആദ്യം ആരോ പോയാലും ഏത് ഇൻ്റർവ്യൂവിന് പോയാലും ആദ്യം ചോദിക്കുന്ന എക്സ്പീരിയൻസ് ആണ്. പഠിച്ചിറങ്ങി പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് പോയാലും അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുമ്പോൾ അതിന് അത്രയും വാല്യുബിൾ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ എല്ലാ യുവാക്കൾക്കും 8,500 രൂപ അവർക്ക് ആനുകൂല്യമായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യും. मनरेगा को रोकने की कोशिश की, नरेंद्र मोदी जी
मनरेगा में 250 रुपए देते हैं। इंडिया गठबंधन की सरकार आ रही है, आपको हम 400 रुपए मनरेगा के लिए देने जा रहे हैं। आशा और आंगनवाड़ी महिलाओं को इसका कहना चाहता हूं, जितना भी आपको आज पैसा मिलता है उससे दुगना आपको इंडिया गठबंधन की सरकार देने जा रही है। अब युवाओं की बात। തൊഴിലുറപ്പ് പദ്ധതി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സാധാരണ പാവപ്പെട്ട സ്ത്രീകൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട UPA കൊണ്ടുവന്ന ഒരു സ്കീമായിരുന്നു അത്. ഇപ്പോൾ 250 രൂപയാണ് കൊടുക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കുറേ ട്രോൾസൊക്കെ വരും, നമ്മൾ കാണാറുണ്ട്. എന്നാലും കുറേ സ്ത്രീകൾക്ക് അതുള്ളത് കൊണ്ട് മാത്രം കുടുംബം കഴിഞ്ഞു പോകുന്ന എത്രയോ കുടുംബങ്ങൾ നമ്മളെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അപ്പോൾ 250 രൂപയ്ക്ക് എന്ത് കിട്ടും നമുക്കറിയാം. ഈ കാലത്ത് കഷ്ടിച്ച് തട്ടിമുട്ടി ജീവിക്കണം, വെറുതെ ഇരിക്കണമെങ്കിൽ പോലും നമുക്ക് 500 രൂപ കീശയിൽ വേണം. അതുപോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക്. അപ്പോൾ 250 കൊടുക്കുന്ന സ്ഥാനത്ത് ഇനി മുതൽ 400 രൂപ കൊടുക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ആശ അംഗനവാടി ജീവനക്കാർക്ക് ഇപ്പോൾ എത്രയാണോ ശമ്പളം കിട്ടുന്നത് അതിൻ്റെ ഡബിളായിട്ട് സാലറി കൊടുക്കുകയും ഈ 8500 സ്കീമിൽ അവർ ആഡ് ചെയ്യുകയും ചെയ്യും. അവർക്കും മാസം 8500 രൂപ അവരെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യും. അവർക്ക് എത്രയാണോ സാലറി ഇപ്പോൾ കിട്ടുന്നത്, ആ തുച്ഛമായ സാലറിയാണ് അവർക്ക് കിട്ടുന്നത്. അവർ എത്ര സോഷ്യൽ വർക്ക്സാണ് ചെയ്യുന്നത്, എല്ലാത്തിലും ഇൻവോൾവ് ആണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ആശാ അംഗനവാടി ടീച്ചർമാരൊക്കെ എല്ലാത്തിലും ഇൻവോൾവ് ആണ്. എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളിലും അവർ ഇൻവോൾവ് ആണ്. അവർ ആക്റ്റീവാണ്. അവർക്ക് ചെറിയ ശമ്പളമാണ് കിട്ടുന്നത്. അവർക്ക് ഇപ്പോഴുള്ളതിനേക്കാളും ഡബിളാണ് എനിക്ക് കിട്ടാൻ പോവുക. 8500 രൂപ അതിൻ്റെ കൂടെയും ആദ്യം പ്രഖ്യാപിച്ച സ്കീമിൻ്റെ കൂടെ അവർ ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. किसानों को नरेंद्र मोदी ने 3 काले कानून दिए, सारे के सारे किसान सड़क पे उतर आए। हमने UPA के समय कर्जा माफ किया था। रायबरेली के किसानों अच्छी तरह सुन लो, 4 जून आपका कर्जा माफ होने जा रहा है और पहली बार कांग्रेस पार्टी रायबरेली के किसानों को, हिंदुस्तान के किसानों को अपने अनाज के लिए, धान के लिए, आलू के लिए, शुगर केन के लिए कानूनी मिनिमम सपोर्ट प्राइस देने जा रही है. ഇത് കർഷകർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് കിട്ടുന്നില്ല. പല നിയമങ്ങളും കൊടുത്തിട്ട് അവരെ ഞെറുക്കി കൊല്ലുവാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോഴും കർഷക സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മിനിമം അവരുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണ ഉൽപ്പന്നങ്ങൾക്കും മിനിമം സപ്പോർട്ട് പ്രൈസ്, അവരുണ്ടാക്കുന്ന മിനിമം പ്രൈസ് അത് നടപ്പിലാക്കും. അതുപോലെ തന്നെ നമുക്കറിയാം മോദി എത്ര ബില്യണേഴ്സിൻ്റെ കടങ്ങൾ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്, ലോൺസ് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം. കർഷകരെ കടങ്ങളൊക്കെ എല്ലാം എഴുത്തള്ളുമെന്നാണ് പുള്ളി പറയുന്നത്, രാഹുൽ ഗാന്ധി പറയുന്നത്. അത് നല്ല കാര്യമാണ്. കാരണം എത്ര കർഷക ആത്മഹത്യയാണ് നടക്കുന്നത് ഇന്ത്യയിൽ. ഒരു വർഷം തന്നെ ഇഷ്ടം പോലെ കർഷക ആത്മഹത്യ നടക്കുന്നുണ്ട്. അവർക്ക് ലോൺ എടുത്തിട്ട് അവർക്ക് അടവടക്കാൻ പറ്റുന്നില്ല. അവർക്ക് അതിനുള്ള എക്സ്പെൻസ് കൂടുതലാണ്, വരുമാനം കിട്ടുന്നില്ല. അപ്പോൾ അവരെ കടം എല്ലാം എഴുത്തള്ളുകയും മിനിമം സപ്പോർട്ട് പ്രൈസൊക്കെ നല്ല രീതിയിൽ ഫിക്സാക്കി കൊടുക്കുകയും ചെയ്താൽ കർഷകർ രക്ഷപ്പെടുന്ന ഉറപ്പാണ്. അത് നമ്മുടെ GDP അടക്കം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആക്കും. ഏറ്റവും നല്ല കാര്യമാണ് പുള്ളി പ്രഖ്യാപിച്ചത്. हमने पता लगाया है 30 लाख सरकारी नौकरियां खाली पड़ी हैं, वो 30 लाख नौकरियां हम आपके हवाले कर देंगे. 15 अगस्त तक काम शुरू. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇഷ്യൂ ആണ് തൊഴിലില്ലായ്മ. ഇന്ത്യയിലെ 40% യുവാക്കളും ഡിഗ്രിയോ +2 അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനോ കഴിഞ്ഞ യുവാക്കൾ 40% തൊഴിലില്ലാത്ത ആൾക്കാരാണെന്നാണ് നമ്മുടെ സർവേ കണക്ക്. അപ്പോൾ നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ തന്നെ 30 ലക്ഷം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ 30 ലക്ഷം തൊഴിലവസരങ്ങളുണ്ട്. അത് ഫില്ല് ചെയ്യാതെ കിടക്കുകയാണ് സർക്കാർ തലത്തിൽ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യും എത്രയും പെട്ടെന്ന്. ആഗസ്റ്റ് 15 തന്നെ 30 ലക്ഷം തൊഴിൽ കൺഫേം ചെയ്യും സർക്കാർ സർവീസിൽ. ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം ഒഴിവും നികത്തുമെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അപ്പോൾ തന്നെ യുവാക്കളുടെ പകുതി പ്രശ്നം കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. कह रहा हूं
आज आपको 5 किलो मिलता है, हम आपको 10 किलो राशन और दाल देंगे। दाल और तेल राशन कार्ड होल्डर्स को देंगे। भाइयों और बहनों, റേഷൻ നമുക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ട് എല്ലാ സംസ്ഥാന സർക്കാരും കിട്ടുന്നുണ്ട്. അത് 5 കിലോ ആണ് കിട്ടുന്നത്. അത് 10 കിലോ ആക്കുകയും അതിൻ്റെ കൂടെ തന്നെ ദാലും, പരിപ്പ് പോലെയുള്ള ദാലും അത് നൽകുകയെന്ന് പറയുന്നത്. ദാരിദ്ര്യരേഖയുള്ള താഴെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ റേഷൻ കടയിലത്തെ ഇത് ആശ്രയിച്ച് നിൽക്കുന്നത്. അവർക്കൊക്കെ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ ഇതൊക്കെ നടക്കും നമുക്ക് പ്രതീക്ഷിക്കാം. എത്രയും പെട്ടെന്ന് നമ്മുടെ സർക്കാർ അട്ടിമറിയട്ടെ, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരട്ടെ. അത് വരുന്ന 100% ഉറപ്പാണ്, ഒരിക്കലും മുമ്പോട്ട് പോകില്ല. അതുകൊണ്ടാണ് ഇവർ വാശി, ഇപ്പോൾ ഈ ഘടകകക്ഷികളെയൊന്നും ഒന്നിച്ചു കൂട്ടാൻ ഇവർ ഒന്നും ചെയ്തിട്ടില്ല. സത്യപ്രതിജ്ഞ ചെയ്യുന്നവരെ അതിനുള്ള ഒരു ഗെയിമും അവർ ചെയ്തിട്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം അവർക്കറിയാം ഇവർ ഈ ഘടകകക്ഷികൾ ഈ BJPയുടെ കൂടെ ഒരിക്കലും ഒത്തുപോവില്ല. എന്തായാലും ഇവർ തിരിച്ചു വരും. നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരട്ടെ എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്, എനിക്ക് ഉറപ്പാണ്. എന്തായാലും അവർ ഘടകകക്ഷികൾ പൊട്ടിപ്പാളീസായിട്ട് ഇവർ ഇന്ത്യ മുന്നണിയുടെ കൂടെ തിരിച്ചു വരും. നമുക്ക് ഇന്ത്യ മുന്നണി ഒരു സർക്കാരായിട്ട് ഇന്ത്യ ഭരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോഴൊക്കെ ഇത് നടപ്പിലാവട്ടെ, കാര്യങ്ങളൊക്കെ ബെറ്റർ ആവട്ടെ, ദാരിദ്ര്യരേഖ ഒക്കെ താഴെയുള്ളവർ മുകളിലോട്ട് വരട്ടെ.